കൂട്ടുകാരെ ഇന്നലെ IPL രാജസ്ഥാൻ തോറ്റു ഹൈദരാബാദിനായിട്ട്. ടോസ് കിട്ടിയത് ഹൈദരാബാദിനാണ്. അവർ ബാറ്റിംഗ് എറിഞ്ഞെടുക്കായിരുന്നു. അവരുടെ തുടക്കം വളരെ മോശമായിരുന്നു. 10 ഓവറിന് ശേഷം ക്ലാസും ഹെഡും നിതീഷ് കുമാറും ചേർന്നിട്ടാണ് 201 റണ്ണാക്കിയത്. പക്ഷെ രാജസ്ഥാൻ അത് മറികടക്കാൻ പറ്റിയില്ല. രാജസ്ഥാൻ ആദ്യ ഓവറിൽ തന്നെ ഭുവനേഷ് കുമാറിന് 2 വിക്കറ്റിന് കിട്ടിയ ജോസ് ബട്ട്ലറും സഞ്ജുവും ഡക്കടിച്ചു. അതിനുശേഷം പരാഗും ജയ്സ്വാലും ചേർന്നാണ് കളിയൊന്ന് മുന്നോട്ട് കൊണ്ടുപോയത്. പോയിന്റ് ടേബിളിൽ രാജസ്ഥാൻ 1-ാം സ്ഥാനത്ത് തന്നെ തുടരുന്നു. അവർ 10 കളിയിൽ 8 കളി ജയിച്ചു, 2 കളി തോറ്റിട്ടുള്ളൂ. ഹൈദരാബാദിന് 4-ാം സ്ഥാനത്തിന്. അവർ കളിച്ച 10 കളിയിൽ 6 കളി ജയിച്ചു, 4 കളി തോറ്റിരിക്കുന്നു. അപ്പൊ നമുക്ക് കുറച്ച് കൂട്ടുകാര് മെസ്സേജ് അയച്ചിരുന്നു ഹൈദരാബാദ് ജയിക്കുന്നു പറഞ്ഞിട്ട്. നമുക്കപ്പൊ എന്തായാലും ഇന്നൊരു ഗിഫ്റ്റ് കൊടുക്കണം. അപ്പൊ അത് ആർക്കാ കിട്ടാൻ നോക്കാം. കുറച്ച് പേര് അയച്ചിട്ടുള്ളൂടാ, കുറച്ച് പേര് അയച്ചിട്ടുള്ളൂ. അപ്പൊ അതിൽ നിന്ന് ഒരാളെ നമ്മൾ പെട്ടെന്ന് തന്നെ തിരഞ്ഞെടുക്കാം. ഇതാ കിട്ടിയിരിക്കുന്നു 3 നമ്പർ 3. അപ്പൊ ഇദ്ദേഹത്തിനെ നമ്മൾ കോണ്ടാക്ട് ചെയ്യുന്നതായിരിക്കും. രാജസ്ഥാൻ ജയിക്കുന്നു തോന്നിയാണ്. ലാസ്റ്റ് ബോളിൽ 2 റണ്ണ് മതിയായിരുന്നു. പവലാണ് നിന്നിരുന്നത്. LBW ആവായിരുന്നു ഭുവനേഷ് കുമാറിന്റെ ബോളിൽ. അതോടുകൂടി രാജസ്ഥാന്റെ എല്ലാ പ്രതീക്ഷയും പോയി. രാജസ്ഥാൻ തോറ്റു. ഇന്ന് IPL മത്സരം KKR-ഉം മുംബൈയും തമ്മിൽ. KKR പോയിന്റ് ടേബിളിൽ 2-ാം സ്ഥാനത്തിന്. അവർ കളിച്ച 9 കളിയിൽ 6 കളി ജയിച്ചു, 3 കളി തോറ്റിരിക്കുന്നു. അതുപോലെ മുംബൈ 9-ാം സ്ഥാനത്തിന്. അവർ കളിച്ച 10 കളിയിലാകെ 3 കളി ജയിച്ചിട്ടുള്ളൂ, 7 കളി തോറ്റിരിക്കുന്നു. വൈകിട്ട് 7:30 കളി. അപ്പൊ കൂട്ടുകാരൊന്ന് പ്രെഡിക്റ്റ് ചെയ്തു ആരാ ജയിക്കാന്ന്.